ആരാടാ പറഞ്ഞത് അങ്ങ് ഉത്തരേന്ത്യയിൽ മാത്രമേ ജാതി വറിയുള്ളൂ, കേരളത്തിലില്ല എന്ന്? പ്രബുദ്ധ കേരളമാണ്. പ്രബുദ്ധ കേരളത്തിൽ ജാതി വറിയില്ല. കറുത്തവനും വെളുത്തവനും ജാതിയിൽ കുറഞ്ഞവനും കൂടിയവനും ഒന്നും ഇല്ല കേരളത്തിൽ, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആരാടാ? അങ്ങനെ പറഞ്ഞവന്മാരുണ്ടെങ്കിൽ ദാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് പറയും നിങ്ങൾ ജാതി വറി ഉണ്ടോ ഇല്ലയോ എന്ന്. കണ്ടില്ലേ? ഇത് കഴക്കൂട്ടം MLA വി മുരളീധരൻ, അറിയല്ലോ. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച, BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് ജയിച്ച വി മുരളീധരൻ സാർ. ആ മുട്ടായി ആ കുട്ടിയൊക്കെ തട്ടിക്കൊടുക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത്? കൈ കൊടുക്കാൻ വയ്യാത്തോണ്ടാണെന്നോ? അതൊരു ആദിവാസി പിന്നോക്ക സ്കൂളായതുകൊണ്ട് മാത്രമാ ഇപ്പോഴും തമ്പ്രാന് തൊട്ടുകൂടാ തീണ്ടിക്കൂടാ എന്നുള്ളത് നിലനിൽപ്പുണ്ട്. മനസ്സിലായില്ലേ? തമ്പ്രാനും അടിയാന്മാരും ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. നാഴികയ്ക്ക് 40 വട്ടം ഹിന്ദു ഉണരണം, ഹിന്ദു ഉണരണം, ഹിന്ദു ഉണരണം എന്ന് പറയുന്നവര് ഇതാണ് അവസ്ഥ. കണ്ടില്ലേ? ആ പിഞ്ചു മക്കളുടെ മുഖം ഒന്ന് നോക്ക്. എന്തുകൊണ്ട് ആ മുട്ടായി ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ് മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ മിസ്റ്റർ മുരളീധരൻ? കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നല്ലേ വോട്ട് മേടിച്ച് ജയിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ അപമാനമായിട്ട് തോന്നുകയാണ്. എൻ്റെ മണ്ഡലത്തിൽ നിന്നൊക്കെ നിങ്ങളൊക്കെ എങ്ങനെ ജയിച്ചെന്ന് ആലോചിച്ചിട്ട് എൻ്റെ മണ്ഡലത്തിലുള്ള ആൾക്കാരോട് എനിക്ക് അപമാനം തോന്നുകയാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ജയിപ്പിച്ചെന്ന് സത്യമായിട്ട് തന്നെ തോന്നുകയാണ്. മനസ്സിലായില്ലേ? കടകംപള്ളി സുരേന്ദ്രനൊക്കെ എന്ത് നല്ല മനുഷ്യന്മാരാ അയാളൊക്കെ. ഇന്നേ വരെ അങ്ങനത്തെ ഒരു ഇത് കാണിച്ചിട്ടില്ല. അതാണ് പറയണ ഇടതുപക്ഷം. മനസ്സിലായില്ലേ? കോൺഗ്രസ് ആയാലും കുഴപ്പമില്ലെന്ന് ഞങ്ങൾ തലയിൽ കൈവച്ച് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ കോൺഗ്രസ് മതി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 1008 തവണ തൊണ്ട കളഞ്ഞ് വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. നാഴികയ്ക്ക് 40 വട്ടം ഹിന്ദു ഉണരണം, ഹിന്ദു ഉണരണം, ഹിന്ദു ഉണരണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും തമ്പ്രാനും അടിയാന്മാരും ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ ഇത്തിരി പോന്ന ആ പിഞ്ചു മക്കൾക്ക് ഒരു മുട്ടായി കൈകൊണ്ടെടുത്ത് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ പറ. ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ തന്നെ പറയും. ആ പിഞ്ച് പാലകന്മാർക്ക്, ആ സ്കൂളിലിരിക്കുന്ന ആ കുട്ടിയൊക്കെ ഒരു മുട്ടായി കൈകൊണ്ടെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? പറഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആകാശം ഇടിഞ്ഞു വീഴോ? അവർ മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ? ആ മക്കളുടെ മുഖം കാണുമ്പോൾ തന്നെ എന്താണ് സങ്കടം തോന്നുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ തിരുവനന്തപുരത്താണെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമാണ് വരുന്നത്. ഒരു തിരുവനന്തപുരത്തുകാരനായിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ ഒരു മലയാളിയായിട്ട് ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇതാണോ ഹിന്ദു ഉണരണം, ഹിന്ദു ഉണരണം, ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം ശശികലേനെ പോലുള്ള വർഗീയവാദികൾ വെച്ചു കൂവുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ? എന്നിട്ട് സാധാരണക്കാരായ താഴെ കിടക്കുന്ന ഹിന്ദുക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും തമ്പ്രാനെ ഓമ്പ്രാനെ എന്ന് വിളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? എൻ്റെ പൊന്നാറ മക്കളെ, നിങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണ്ട. മനസ്സിലായോ? ഇതൊക്കെ എന്താന്ന് കണ്ടില്ലേ? ഇതൊക്കെ ഉത്തരേന്ത്യയിൽ മാത്രമല്ല ജാതി വറി, ഇങ്ങ് കേരളത്തിലുണ്ട്. ഇവർക്ക് ഇപ്പോഴും നിങ്ങളെ കൊണ്ട് തമ്പ്രാനെന്നും അല്ലെങ്കിൽ നിങ്ങൾ മാറി നിന്നിട്ട് ഓച്ചാനിച്ച് നിന്ന് അടിയാന്ന് വിളിപ്പിക്കണമെന്നൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉള്ള കാലം വരെ ഇവരുടെ കളി നടക്കില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളോട് പറയാനുള്ളത്, ഇത് ഒരു എന്താ പറയുക, ഒരു വർഗീയ വീഡിയോ ഒന്നുമല്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിലെന്താണ് അതിൻ്റെ ഇതെന്ന്. എന്തേ ആ മനുഷ്യനൊരു മുട്ടായി ആ കുഞ്ഞുങ്ങൾക്ക് കൈകൊണ്ടെടുത്ത് കൊടുത്താൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോണ? എന്തെങ്കിലും സംഭവിക്കോ? ഇല്ലല്ലോ. ആ മക്കൾക്കും സന്തോഷാവൂലേ? ഇതാണോ എന്തോന്ന് പിന്നോക്ക വിഭാഗ മന്ത്രിയാണല്ലോ പിന്നിൽ നിന്നിട്ട് ചിരിക്കുന്നത്? അല്ല പ്രിയപ്പെട്ട മന്ത്രി, നിങ്ങൾക്ക് എന്താണിത്? ഒന്നും പറയാനില്ലടോ, ഒന്നും പറയാനില്ല. ഇനി നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ നെഞ്ചത്തൊന്നും കയറി വരാൻ വേണ്ടിക്കണ്ട. പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്. ഇതൊക്കെ കാണിക്കുന്നത് വളരെ മോശമാണ്. ഇനി അത് ആര് കാണിച്ചു കഴിഞ്ഞാൽ, ഏത് രാഷ്ട്രീയ പ്രവർത്തകർ കാണിച്ചു കഴിഞ്ഞാൽ, ഏത് ആൾക്കാർ കാണിച്ചു കഴിഞ്ഞാലും വിമർശിക്കേണ്ടതാണെങ്കിൽ നമ്മൾ കട്ടക്ക് നിന്ന് വിമർശിക്കും. അത് തന്നെ ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ.